ഇപ്പോൾ ചക്രം എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ ലോഹി സാറിൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത് അത് ലാൽ സാർ, മോഹൻലാൽ സാറും ദിലീപേട്ടനും കൂടിയിട്ട് അഭിനയിച്ച ഫിലിം. കമൽ സാറ് ഡയറക്ഷൻ, ലോഹി സാറ് റൈറ്റർ ആയിട്ട് 22 ദിവസം ഷൂട്ട് ചെയ്ത ഫിലിമാണ് അത്. എന്നിട്ട് നിൽക്കുകയും കുറേ കാലത്തിന് ശേഷം അത് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ലോഹി സാറ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് കാസ്റ്റ് ചെയ്തത് രാജുവിനെയും എന്നെയാണ്, പൃഥ്വിരാജിനെയും എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ദിലീപേട്ടൻ ചെയ്യേണ്ട വേഷമാണ് ഞാൻ ചെയ്തത്. അത് എനിക്ക് പറഞ്ഞേക്കാളും മുന്നേ അത് ജയസൂര്യായിരുന്നു, ജയനായിരുന്നു കാസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വപ്നം കൂടെ സമയത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യണം, കേൾക്കാം അതിനെ കുറിച്ച്. പക്ഷെ പിന്നീട് അവസാനം ജയനും എന്തോ തിരക്ക് വന്ന് മാറി, അവസാനം അത് എനിക്ക് വന്നു. വരാനിരിക്കുന്ന സാധനം എങ്ങനെയായാലും നമുക്ക് വരും. അത് ആ ഫൈനൽ മൊമെന്റിലാണ് വന്നത്. അപ്പോൾ എനിക്കുള്ളത് എനിക്ക് തന്നെ വരും. പിന്നെ അതല്ല, ഇപ്പോൾ വേറൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് ഉദ്ദേശിച്ച ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. അവർക്ക് കിട്ടേണ്ട ക്യാരക്ടറാണ് അവർ ചെയ്യണത്. എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അവസാന നിമിഷം പോയിട്ടുള്ള നല്ല കഥാപാത്രങ്ങളുണ്ടോ? ഇപ്പോഴും അത് ഓർത്തിട്ട് അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടോ? നല്ല കഥാപാത്രങ്ങളില്ല, പക്ഷെ ഒരുപാട് സിനിമകളുണ്ട്. പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് അവർ ഷൂട്ടും തുടങ്ങി, എന്നെ വിളിക്കണ കാണാനില്ല. ആദ്യം പറഞ്ഞു വെച്ചിട്ട് ആദ്യം പറഞ്ഞു വെച്ചു, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തു, ഡേറ്റ് ഫിക്സ് ചെയ്തു, ഒക്കെ ഫിക്സ് ചെയ്ത് ഞാനിങ്ങനെ വിളിക്കാൻ എപ്പോൾ വിളിക്കും, ഇപ്പോൾ എന്നെ വണ്ടി വരും കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ പിന്നെ വിളിയൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കണം, എന്തായി ഷൂട്ട് തുടങ്ങിയില്ല. അത് തുടങ്ങി, അത് ഈ ആർട്ടിസ്റ്റിനെ വെച്ച് തുടങ്ങി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തായിരിക്കും കാരണം? ഒന്നും പറയില്ല. അപ്പോൾ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അവർ എന്നോട് ചെയ്യണ തെറ്റല്ലേ, ഭയങ്കര ക്രൂരതരാണ് കാണിക്കുന്നതൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ വയസ്സ് പ്രായമാകും തോറും നമുക്ക് മനസ്സിലാവണം, അതായത് അവരവരെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ. ചിലപ്പോൾ അത് വേറൊരു ആർട്ടിസ്റ്റിന് വെച്ചതായിരിക്കാം, എനിക്കില്ലാതായിരിക്കാം. പിന്നെ അവർ ഇപ്പോൾ എന്താ പറയുക, അവർ അവരുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളല്ലേ. അതിനിപ്പോൾ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതിലിപ്പോൾ നമ്മൾ എഫക്റ്റഡ് ആയി, പക്ഷെ അതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ